നമസ്കാരം. ദശാവതാര പരമ്പരയിലെ 4ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തന്റെ ഭക്തനെ രക്ഷിക്കാൻ തൂൺ പിളർന്നു വന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏറ്റവും ഭയാനകവും എന്നാൽ കരുണാനിർഭരവുമായ അവതാരമാണ് നരസിംഹാവതാരം. എന്തിനാണ് ഭഗവാൻ ഈ രൂപമെടുത്തത്? നോക്കാം. അസുരരാജാവായ ഹിരണ്യക്ഷിപു കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, വീടിന് അകത്തോ പുറത്തോ വെച്ച് മരിക്കരുത്, പകലോ രാത്രിയോ മരണം സംഭവിക്കരുത്, ഭൂമിയിലോ ആകാശത്തോ വെച്ച് ആയുധങ്ങൾ കൊണ്ട് തന്നെ വധിക്കരുത്. ഈ വരത്തിന്റെ കരുത്തിൽ അവൻ ലോകം മുഴുവൻ അധർമ്മം പ്രവർത്തിച്ചു. എന്നാൽ ഹിരണ്യക്ഷിപുവിന്റെ മകൻ പ്രഹ്ലാദൻ ജനനം മുതൽക്കേ മഹാവിഷ്ണുവിന്റെ പരമഭക്തനായിരുന്നു. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ച പ്രഹ്ലാദനെ പിതാവ് പലതവണ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒടുവിൽ ക്രുദ്ധനായ ഹിരണ്യക്ഷിപു പ്രഹ്ലാദനോട് ചോദിച്ചു, നിന്റെ നാരായണൻ എവിടെയാണ്? ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. ഹിരണ്യക്ഷിപു ആ തൂൺ തകർത്തു. അപ്പോൾ തൂൺ പിളർന്നുകൊണ്ട് മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമായി നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിന്റെ വരം തെറ്റിക്കാതെ ഭഗവാൻ ഹിരണ്യക്ഷിപുവിനെ വധിച്ചു. അത് മനുഷ്യനുമല്ല, മൃഗവുമല്ല, നരസിംഹമായിരുന്നു. സമയമാകട്ടെ സന്ധ്യാനേരം, പകലോ രാത്രിയോ അല്ല. ഭഗവാൻ അവനെ തന്റെ മടിയിൽ കിടത്തി, ഭൂമിയിലോ ആകാശത്തോ അല്ല. ഉമ്മറപ്പടിയിൽ ഇരുന്നാണ്, അകത്തോ പുറത്തോ അല്ല, തന്റെ നഖങ്ങൾ കൊണ്ട് വധിച്ചത്. അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിച്ച കഥയാണിത്. ഭക്തൻ എവിടെയാണോ വിളിക്കുന്നത് അവിടെ ഭഗവാൻ ഓടിയെത്തും എന്നതിന് തെളിവാണ് നരസിംഹാവതാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദശാവതാര പരമ്പരയിലെ അടുത്ത ഭാഗമായ വാമനാവതാരത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.